തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ സിനിമയുടെ വിജയ് കുടുങ്ങോ? ഞാൻ അതിലേക്ക് വരാം. നമ്മുടെ ഒരു സുഹൃത്ത് സുനീഷ് ശ്രീധരൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ വിമർശിച്ച് എന്ന് പറഞ്ഞാൽ വിയോജിച്ചുകൊണ്ടാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ പറഞ്ഞു ഈ 41 പേര് ഇപ്പോൾ മരിച്ചു അല്ലേ, 41 പേരുടെ മരണം വിജയ് ആസൂത്രണം ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ. അതിൻ്റെ തലക്കെട്ട് അങ്ങനെയാണ്. മാത്രമല്ല അതിനകത്ത് പറയുന്ന പല വസ്തുതകളും തെറ്റാണെന്നാണ് സുനീഷ് ശ്രീധരൻ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞത് 41 പേരുടെ മരണത്തിന് കാരണം വിജയാണെന്ന് പറഞ്ഞാൽ വിജയ് ഇങ്ങനെ തോക്കെടുത്തോ ചുറ്റിയെടുത്തോ വാളെടുത്തോ കത്തിയെടുത്തോ കുത്തിക്കൊന്നു എന്നല്ല പറഞ്ഞത്. അതിൻ്റെ സംഘാടനത്തിലൂടെ വിജയ് ആഗ്രഹിച്ചത് വലിയൊരു പബ്ലിസിറ്റിയാണ്. ഒരു ദുരന്തം ഉണ്ടായാൽ പോലും കിട്ടുന്നൊരു പബ്ലിസിറ്റി. വിജയുടെ ഒരു റാലി നടന്നാൽ ദേശീയ തലത്തിൽ ഇത്രയും ചർച്ചയാവത്തില്ല. ദുരന്തം ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വലിയ ചർച്ചയായത്. ഒരു ദുരന്തം ഉണ്ടായാലും തനിക്കൊന്നുമില്ല, ഞാനിനിയും എൻ്റെ യാത്ര തുടരും എന്ന് വിജയ് ഇന്നലെ പറഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് വിജയ് മിണ്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് ചില പശകളുണ്ട്. വലിയ സ്റ്റേഡിയം ചോദിച്ചിട്ട് സർക്കാർ കൊടുത്തില്ല, പിന്നെ വൈദ്യുതി തടസ്സമുണ്ടായി എന്നൊക്കെ സുനീഷ് ശ്രീധരൻ പറയുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായി വിവരം കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് നമ്മൾ ആദരപൂർവ്വം പരിഗണിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഇന്നലെ കരൂർ വെസ്റ്റ് തമിഴക വെട്രി കഴകം TBK യുടെ ജില്ലാ സെക്രട്ടറി VP മതിയഴകൻ, സെൻട്രൽ ടൗൺ സെക്രട്ടറി എന്നിവരുടെ ജാമ്യ അപേക്ഷ കസ്റ്റഡിയിലാണ് അവർ. അവിടുത്തെ സെഷൻസ് കോടതി തള്ളി. സെഷൻസ് കോടതി തള്ളിക്കൊണ്ട് സെഷൻസ് കോടതി വിജയോട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10,000 പേര് മാത്രമേ വരൂ എന്ന് വിജയ് എങ്ങനെ കരുതി? ഒന്ന്. രണ്ടാമത്തത്, സ്റ്റേഡിയം പോലെ വിശാലമായ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് നടത്തിയില്ല, അവിടെ അനുമതി വേണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? അപ്പോൾ ചെറിയ സ്ഥലം മതി എന്ന് വിജയ് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. കോടതിയാണ് ചോദിക്കുന്നത്. രാഷ്ട്രീയക്കാരാണ് നമുക്ക് പറയാം, അത് മനഃപൂർവ്വം ഇതിനെ വഴിതെറ്റിക്കാൻ പറയുന്നത്. പക്ഷേ ജാമ്യം നിഷേധിച്ചുകൊണ്ട് സെഷൻസ് കോടതി ചോദിക്കുന്നു, ഇത്രയും ആളുകൾ വരുമ്പോൾ സ്റ്റേഡിയം പോലത്തെ ഒരു വിശാലമായ സ്ഥലം വേണം എന്ന് എന്തുകൊണ്ട് TBKയുടെ നേതാവായ വിജയ് ആവശ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ ആവശ്യപ്പെട്ടില്ല? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അനിയന്ത്രിതമായ ജനക്കൂട്ടം വന്നപ്പോൾ എന്തുകൊണ്ട് യോഗ അവസാനിപ്പിച്ചില്ല? ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിജയ് മടങ്ങിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നോ? ഞാനല്ല ചോദിക്കുന്നത്, DMK അല്ല ചോദിക്കുന്നത്, കോടതി ചോദിച്ചതാണ്. ഈ 3 കാര്യങ്ങൾ സുനീഷ് ശ്രീധരൻ്റെ ശ്രദ്ധയിലൊന്ന് പെടണം എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു അതൊക്കെ തന്നെയാണ്. കാരണം ഇനി മറ്റൊന്ന് പറയാം. ഇന്നലെ തമിഴ്നാട്ടിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അമുത ഒരു പത്രസമ്മേളനം നടത്തി. അമുതയുടെ പത്രസമ്മേളനത്തിൽ അമുത പറയുന്നു, ഇവരാദ്യം ചോദിച്ചത് സമ്മേളനത്തിന് സ്ഥലം ചോദിച്ചത് എവിടെയാണെന്നറിയോ? അമരാവതി നദിക്ക് മുകളിലൂടെ പാലത്തിലാണ് സമ്മേളനം നടത്താൻ ചോദിച്ചത്. നദിയുടെ മുകളിൽ അമരാവതി നദി പാലത്തിൽ സമ്മേളനം നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5,000 പേര് ചത്തല്ലേ. ഞാനത് മനുഷ്യൻ മരിക്കുന്നതിന് ആലോചിച്ച് നോക്കൂ. സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി പറയുകയാണ്, ഞാൻ ചത്തു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പറഞ്ഞതല്ലേ, ഞാനത് സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഒരു പാലത്തിൽ വെച്ച് നടത്തി കഴിഞ്ഞാൽ തിക്കും തിരക്കും ഉണ്ടായി എത്ര ആളുകൾ വെള്ളത്തിൽ വീണ് മരിക്കും. അതെ, അമരാവതി നദീപാലം അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പേ സമ്മേളനം നടത്താൻ ചോദിച്ചു എന്നാണ് P. അമുത എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞത്. ഇനി മാത്രമല്ല, അപ്പോൾ ഇവർ പറഞ്ഞു, സർക്കാർ പറഞ്ഞു അവിടെ ഒന്നും പറ്റില്ല, വേലിച്ചാമിപുരത്ത് വെന്യു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഉഴവർ മാർക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഇടുങ്ങിയ സ്ഥലമാണ് എല്ലാം പറയുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലം ഉണ്ടായത്. എന്നിട്ട് 2 വശത്തും നിറയെ കെട്ടിടങ്ങളുള്ള നടുക്കൊരു മീഡിയമുള്ള സ്ഥലം ഏറ്റെടുത്തു. ഇപ്പം രാവിലെ സമ്മേളനം തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് ഞാൻ തമിഴ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പലയിടത്തും നോക്കിയപ്പോൾ രാവിലെ സമ്മേളനം തുടങ്ങാൻ തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. പക്ഷേ രാവിലെ മുതൽ ആളുകൾ വന്നിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വരുമെന്ന് വിജയ്ക്ക് അറിയാമായിരുന്നു. അറിയില്ല എന്ന് പറഞ്ഞാൽ വിജയ്ക്ക് തൻ്റെ താരമൂല്യത്തെക്കുറിച്ച് സംശയം ഉണ്ടായിരിക്കും. വലിയ തോതിൽ തമിഴക വെട്രി കഴകത്തിൻ്റെ ആളുകൾ പ്രചാരണം നടത്തി ആളുകളെ കൊണ്ടുവന്നു. എന്നിട്ട് എനിക്ക് വലിയ അപഹാസ്യവും നിരാശയും സങ്കടവും തോന്നിയൊരു കാര്യമുണ്ട്. അതായത് ഈ മനുഷ്യൻ പട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന പോലെ തൻ്റെ കയ്യിലുള്ള താൻ കുടിച്ചു കഴിഞ്ഞാൽ ഇതും അല്ലാത്തതുമായ വെള്ളക്കുപ്പികൾ 2-3 എണ്ണം ജനങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക. രാവിലെ മുതൽ കാത്തു നിന്ന ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനവും ചെയ്തില്ല.
എത്ര മണിക്കൂർ വൈകിയാണ് വിജയ് വന്നത്? വിജയ് മണിക്കൂറുകൾ വൈകിയാണ് വന്നതെന്ന് സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7 മണിക്കൂർ വരെ വൈകി. 7 മണിക്കൂർ വരെ വൈകി. അപ്പോൾ 7 മണിക്കാണ് വിജയ് വന്നത്. അതിന് 7 മണിക്കൂർ മുമ്പെന്ന് പറയുമ്പോഴത്തേക്ക് യോഗത്തിൻ്റെ സമയം എപ്പോഴേക്കും നമ്മൾ പറഞ്ഞ 8 മണിയോ അല്ലെങ്കിൽ 9 മണിക്കോ 10 മണിക്കോ അടുത്താണ് അല്ലേ? അപ്പോൾ മണിക്കൂറുകൾ വൈകിയാണ് വന്നത്. അപ്പോൾ വേണമെങ്കിൽ വിജയ്ക്ക് ഒഴിവാക്കാമായിരുന്ന, ജോസഫ് വിജയ്ക്ക് ഒഴിവാക്കാമായിരുന്ന ഒന്നായിരുന്നു കരൂർ ദുരന്തം എന്നതിൽ ഒരു തർക്കമില്ല. ഇതിപ്പോൾ ഈ ക്രൗഡ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ സ്ഥലം കാണിക്കുന്നത്. അതാണ്, ഇടുങ്ങിയ സ്ഥലമാണെങ്കിൽ വലിയ ആൾക്കൂട്ടം കാണിക്കാം, അത് ഡ്രോൺ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യാം. ഈ സമയത്തും വിജയ് നിൽക്കുമ്പോൾ ഡ്രോണുകൾ പറക്കുന്നൊക്കെ കാണുന്നുണ്ട്, ആകാശ ദൃശ്യം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയമായ കാര്യങ്ങൾ കൊണ്ടൊന്നുമില്ല. വിജയ് എന്ന് പറയുന്ന, പിന്നെ വിജയിയെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ വിജയ് അന്ധമായ BJP വിരോധം കൊണ്ട് നടക്കുന്നില്ലേ? അതെ. കഴിഞ്ഞ ദിവസം വിജയിയുടെ ഏതോ യോഗത്തിന് വൈദ്യുതി വിച്ഛേദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഉടനെ ചോദിക്കുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ മോഹൻ ഭാഗവതിൻ്റെയോ സമ്മേളനത്തിൽ ഇങ്ങനെ കാണിക്കാൻ സ്റ്റാലിന് ധൈര്യമുണ്ടോ? അപ്പോൾ ഇയാൾ സ്വയം മോഹൻജി ഭഗവതിനും നരേന്ദ്രമോദിക്കും തുല്യമാണ് താനെന്ന് സ്വയം അവരോധിക്കുകയാണ്. അവരൊക്കെ മഹാമനീഷികളായ അവരൊക്കെ അവിടെ നിൽക്കുന്നു. വിജയ് എന്ന് പറഞ്ഞ കുറേ സിനിമകളിൽ തട്ടുപൊളിപ്പൻ ഡയലോഗുകളും ഈ വിഷ്വൽ എഫക്ട്സിൻ്റെ സഹായത്തോടെയുള്ള സ്റ്റണ്ടും നടത്തുന്ന വെറും ഒരു സാധാരണ നടൻ. താരാരാധനയൊക്കെ ഉണ്ടായിരിക്കാം, വലിയ മാസ് ബേസ് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ മോഹൻലാലിനെയോ മമ്മൂട്ടിയോ ഒക്കെ പോലെ ഒരു അഭിനയ പ്രതിഭയാണ് വിജയ് എന്നും പറയാൻ പറ്റുമല്ലോ, ആരും പറയത്തില്ല. ഒരു മാസ് എൻ്റർടൈനർ എന്ന് വേണേൽ പറയാം അല്ലേ? അതിനപ്പുറത്ത് വലിയ നടന പ്രതിഭകൾ കമലഹാസനുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? പ്രഭുവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ നടനത്തിൻ്റെ കാര്യത്തിൽ വിജയെ? എന്തിന് രജനീകാന്തിൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ ഒരു വസ്തുതയാണ്. ഇളയ ദളപതി എന്നൊക്കെ വിളിച്ചാലും രജനി ഒരു നടൻ എന്ന നിലയിൽ, അഭിനയ പ്രതിഭ എന്ന നിലയിൽ വിജയ് അത്ര വലിയ നടനൊന്നുമില്ല. മാസ് ബേസ് ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പം ഞാൻ പറയാം, മമ്മൂട്ടി മോഹൻലാൽ നമുക്ക് മലയാളികൾ കമ്പയർ ചെയ്യാം. ഏത് വേഷവും എത്ര നമ്മുടെ ഹൃദയത്തിൽ വന്നു പതിക്കുന്ന തരത്തിൽ എത്ര ഭാവാത്മകമായി അഭിനയിക്കാൻ കഴിയുന്ന മഹാപ്രതിഭകളാണ് നമ്മുടെ 2 സൂപ്പർ താരങ്ങൾ അല്ലേ? അവരുടെയൊക്കെ ഏഴത്ത് വാലക്കെട്ടം കൊള്ളുമോ വിജയ് എന്ന് ഞാൻ ചോദിക്കും. ഞാൻ വിജയുടെ സിനിമയും കണ്ടിട്ടുണ്ട്, മമ്മൂട്ടിയുടെയും കണ്ടിട്ടുണ്ട്, മോഹൻലാലിനെയും കണ്ടിട്ടുണ്ട്. അത് വസ്തുതയാണ്. ഏതായാലും ഈ പറയുന്ന പോലെ ഈ താനെന്തോ വലിയ സംഭവമാണ്, താനാണ് തമിഴ്നാട് ഭരിക്കേണ്ടത് എന്നൊക്കെ കാണിക്കുന്ന ഒരു നടനെടുത്ത നിലപാട്. പിന്നെ മാത്രമല്ല, അദ്ദേഹം അതിനുശേഷം ഈ 4 ദിവസം എവിടെയായിരുന്നു? 4 ദിവസം എടുത്തല്ലോ സംസാരിക്കാൻ. 4 ദിവസം കഴിഞ്ഞിട്ടാണ് വിജയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അത് ഞാൻ അവസാനം വീണ്ടും ഞാൻ ഇനിയും ഈ വിജയയാത്രകൾ നടത്തും എന്നാണ് പറയുന്നത്. നടത്തട്ടെ, നടത്താൻ, രാഷ്ട്രീയ പ്രചാരണം നടത്താൻ അദ്ദേഹത്തിന് പൂർണ്ണ അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ചിരഞ്ജീവിയുടെ കാര്യം പറഞ്ഞു, ചിരഞ്ജീവിയുടെ അല്ലു അർജുൻ്റെ കാര്യം. അല്ലു അർജുൻ്റെ ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു തിയേറ്ററിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, സ്റ്റാമ്പേഡുണ്ടായി. അതിൻ്റെ പേരിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു. ഒരാവശ്യമില്ലായിരുന്നു. അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതിനകത്ത് രാഷ്ട്രീയമുണ്ട്. കൃത്യമായും അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനോട് അല്ലു അർജുൻ്റെ രാഷ്ട്രീയം, അല്ലു അർജുൻ്റെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയത്തിനോടൊക്കെയുള്ള പക കൊണ്ടാണ് അല്ലുവിനെ അറസ്റ്റ് ചെയ്തത്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ കരൂരിൽ ഇത്ര നിരുത്തരവാദപരമായി ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് വിജയ്ക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, തീർച്ചയായും കഴിയില്ല. സത്യത്തിൽ തമിഴ്നാട് സർക്കാർ വലിയ ഇരട്ട ചങ്ക് ഒക്കെ ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ് വിജയനെ പോലെ സ്റ്റാലിൻ എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ്റെ എല്ലാ പരിപാടിക്കും സ്റ്റാലിനെ വിളിക്കുന്നത്. സ്റ്റാലിൻ വന്നാലും വന്നില്ലെങ്കിലും പിണറായിക്ക് സ്റ്റാലിനെ വിളിച്ചാലേ ഒരു സന്തോഷം വരത്തുള്ളൂ. അപ്പോൾ ഏതായാലും സ്റ്റാലിന് പേടിയാണെന്ന് മനസ്സിലായി. സ്റ്റാലിൻ അത്ര വലിയ ഉരുക്ക് നട്ടല്ലൊന്നും ഇല്ല. സത്യത്തിൽ യഥാർത്ഥത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കേണ്ടതാണ്. വിജയുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ കേസുണ്ട്. അയാൾ ഒളിവിലാണ്. അയാളെ കണ്ടുപിടിക്കാൻ അയാൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പ്രത്യേക ദൗത്യ സംഘത്തെ തമിഴ്നാട് പോലീസ് രൂപീകരിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ ഒക്കെ ഈ ആളുകൾ സംഘടിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പരിപാടി ആഹ്വാനം ചെയ്ത ആരാണ്? വിജയ്യാണ്. 1-ാം പ്രതി വിജയ്യാണ്. വിജയ്ക്കെതിരെ കേസെടുക്കാൻ തമിഴ്നാട് സർക്കാരിന് ധൈര്യമില്ല, സ്റ്റാലിന് ധൈര്യമില്ല. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറാൻ മാത്രമേ, ഹിന്ദു മതത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയാൻ മാത്രമേ ധൈര്യമുള്ളൂ. അതാണ് വസ്തുത. ഏതായാലും ഈ പറഞ്ഞ പോലെ മറ്റൊന്നുകൂടിയുണ്ട്, വൈദ്യുതി വിച്ഛേദിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അമുദയുടെ സമ്മേളനത്തിൽ പറയുന്നുണ്ട് വൈദ്യുതി ഒന്നും വിച്ഛേദിച്ചിട്ടില്ല. ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു സൈഡിൽ ഇവർ തന്നെ ഒരു ജനറേറ്റർ വെച്ചിട്ട് ഒരു ഫോക്കസ് ലൈറ്റ് വെച്ചിരുന്നു. അതായത് വിജയ് വേദിയിലേക്ക് വരുമ്പോൾ വിജയിയെ ഫോക്കസ് ചെയ്ത് കാണിക്കാനുള്ള ലൈറ്റ്. ആ ജനറേറ്റർ ഓഫായി പോയതാണ്.
അല്ലാതെ വൈദ്യുതിയൊന്നും അവിടെ വിച്ഛേദിച്ചിട്ടുമില്ല എന്ന് തമിഴ്നാടിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞു. ഏതായാലും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? അതെ. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് വ്യക്തിപരമായി വിജയുടെ ഒരു വൈരാഗ്യമില്ല. വിജയുടെ രാഷ്ട്രീയ നിലപാടുകൾ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ അന്ധമായ ഹിന്ദു വിരുദ്ധത, BJP വിരുദ്ധത, RSS വിരുദ്ധത ഇതുമാത്രം മുഖമുദ്രയായി കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി. കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം ഏറ്റവും കൂടുതൽ മതപരിവർത്തന ലോബി ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആന്ധ്ര കഴിഞ്ഞാൽ തമിഴ്നാട്. തമിഴ്നാടിൻ്റെ ചിലരൊക്കെ പറയുന്നത് തമിഴ്നാടിൻ്റെ ഏതാണ്ട് 40% ആളുകളും മതം മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. കണക്ക് ഡാറ്റ എൻ്റെ കയ്യിലില്ല, ആളുകൾ പറയുന്നതാണ്, പലരും പറഞ്ഞു കേൾക്കുന്നതാണ്. അവിടെയുള്ള നമ്മൾ പേര് കേൾക്കുമ്പോൾ അത് ഹിന്ദു പേരുകളായിരിക്കും, പക്ഷേ അവരുടെ ജീവിതം മറ്റൊരു മതത്തിലാണ്, ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ ക്രിസ്ത്യാനികളും ഇപ്പോൾ ഈ മതം മാറ്റം നടത്തുന്ന ക്രിസ്ത്യാനികളും പറയുന്നുണ്ട്, ഈ ഛത്തീസ്ഗഡിലെ പെൺകുട്ടികളുടെ കേസിൽ പറഞ്ഞ പോലെ അവർ പണ്ടേ പേരെങ്ങനെയാണെങ്കിലും അവർ പണ്ടേ ക്രൈസ്തവ വിശ്വാസത്തിലാണ്. അത് അവർ പറയുന്നതിന് മതമൊന്നും മാറിയിട്ടില്ല. മതത്തിൽ ഞങ്ങൾ മതം ചോദിക്കുന്ന കോളത്തിൽ ഞങ്ങൾ ഹിന്ദു എന്ന് എഴുതും, പക്ഷേ ഞങ്ങൾ മതമല്ല മാറിയത്, മനമാണ് മാറ്റിയിരിക്കുന്നത്. മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ്. അപ്പോൾ അതിന് 2 ഗുണമുണ്ട്. ഒന്ന്, ഹിന്ദു ആണെന്ന് ക്യാമഫ്ലാഷ് ചെയ്യാം, ഹിന്ദു കിട്ടുന്ന എല്ലാ ആനുകൂല്യം കിട്ടുകയും ചെയ്യും പിന്നോക്ക പട്ടികജാതി വർഗ്ഗമാണെങ്കിൽ. അപ്പം തലയെണ്ണുമ്പോഴോ എല്ലാം ഹിന്ദു ആണെന്ന് തോന്നും. നമ്മൾ ജഗന്നിനെ പോലെ ആന്ധ്രയിലൊക്കെ പല പേരുകാരുടെയും ഇപ്പോൾ സുദർശൻ റെഡ്ഡി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചില്ലേ? കേൾക്കുമ്പോൾ സുദർശൻ റെഡ്ഡിയാ, ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഹിന്ദു ആണെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത്തരം ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് വിജയ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കും. അതിപ്പോൾ പറയേണ്ടതുണ്ട്. കാരണം വിജയുടെ സിനിമകളെയല്ല നമ്മളിപ്പോൾ വിലയിരുത്തുന്നത്, വിജയുടെ രാഷ്ട്രീയമാണ്. വിജയ് പറയുന്ന രാഷ്ട്രീയമാണ്. വിജയ് പറയുന്ന രാഷ്ട്രീയം ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയമാണ്. വിജയ് പറയുന്ന രാഷ്ട്രീയം BJP വിരുദ്ധ രാഷ്ട്രീയമാണ്. വിജയ് പറയുന്ന രാഷ്ട്രീയം RSS വിരുദ്ധമാണ്. അത് പറയുന്നത് വിജയാണ്, വെറും വിജയല്ല, ജോസഫ് വിജയാണ്. ജോസഫ് വിജയ് ഇവിടുത്തെ മതപരിവർത്തന ലോബിയുടെ അനുഗ്രഹാശിസുകളോടെ ഒരു പാർട്ടി ഉണ്ടാക്കി തമിഴ്നാടിൻ്റെ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന ആളാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. അതുകൊണ്ട് വിജയെ നമ്മൾ ജോസഫ് വിജയ് എന്ന് വിളിക്കും. എന്തിനാണ്? കള്ളപ്പേരല്ലല്ലോ, വിജയുടെ പേരങ്ങനെയല്ലേ? അതെ, എൻ്റെ പേരങ്ങനെയല്ലെന്ന് വിജയ് പറയട്ടെ. ചന്ദ്രശേഖർ വിജയുടെ ജോസഫ് ചന്ദ്രശേഖറിൻ്റെ മകനല്ല എന്ന് പറയട്ടെ. എൻ്റെ പേരിൻ്റെ കൂടെ ജോസഫ് ഇല്ല എന്ന് പറയട്ടെ. ഞാൻ ഹിന്ദു ആണെന്ന് പറയട്ടെ. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഹിന്ദുവാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ മുസ്ലിമാണെന്നോ പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷേ വിജയുടെ രാഷ്ട്രീയം പറഞ്ഞ് വിജയുടെ സിനിമകളെക്കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ ജോസഫ് വിജയ് എന്ന് പറയത്തില്ല, വിജയ് എന്ന് പറയുന്നത്. വിജയ് രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ മതം ഒരു ചാലകശക്തിയാണെങ്കിൽ ഉറപ്പായും നമ്മൾ വിജയുടെ മുഴുവൻ പേര് പറയും. അതിൽ ആർക്ക് ഇഷ്ടക്കേടുണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. അത് സുനീഷ് ശ്രീധരനുള്ള മറുപടിയല്ല. നമ്മൾ അദ്ദേഹത്തിന് ആ കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും വിജയെ സംബന്ധിച്ച് വിജയുടെ സ്ഥിതി അത്ര സേഫ് അല്ല. പക്ഷേ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ സ്റ്റാലിന് ഈ പറഞ്ഞ പോലെ ഉരുക്ക് നട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് വിജയെ തൊടത്തില്ല. വിജയുടെ പാർട്ടിയിൽപ്പെട്ട പാവപ്പെട്ട പ്രവർത്തകരെ പോലീസ് പിടികൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിജയ് പറയുന്നുണ്ട്, എൻ്റെ പ്രവർത്തകരെ തുടരരുത്, എൻ്റെ പാർട്ടിക്കാരെ തുടരരുത്, വേണമെങ്കിൽ എന്നെ പിടിച്ചോ. കാരണം വിജയെ പിടിക്കത്തില്ലെന്ന് വിജയ്ക്ക് നല്ല ബോധ്യമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.